ടെൻഷൻ ആവണ്ട, കൃത്യസമയത്ത് അത് ഓക്കെ ആവും. പിന്നെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം, എഞ്ചിനീയേഴ്സിൻ്റെയും സൈറ്റ് സൂപ്പർവൈസേഴ്സിൻ്റെയും ഒരു പാനൽ ഉണ്ടാക്കണം. ഓരോരുത്തരുടെയും ഡ്യൂട്ടി ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തണം. അതിനുള്ളൊരു മീറ്റിംഗ് ഇന്ന് തന്നെ വിളിച്ചോ. ഓൺലൈൻ മതി. ആ ശരി ശരി, ഓക്കെ. ആ സമയത്തേക്ക് വെച്ചോളൂ. അപ്പോഴേക്കും ഞാനും ഓഫീസിലെത്താം. ഓക്കെ. ചായ. എന്തായാലും തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലോ ആയി. ഓൾ ദി ബെസ്റ്റ് ഗൗതം. എന്താ അത്ര പെട്ടെന്നൊരു ഓൾ ദി ബെസ്റ്റ്? ചേടാ, എനിക്കൊരു ആശംസ പറയാനും പാടില്ലേ? ഓ, എന്തൊരു കഷ്ടമാണ് ഈശ്വര. ആയിക്കോട്ടെ ഈശ്വര, പരാതിയില്ല. ഒരു സമയത്ത് പാർവതി ബിൽഡേഴ്സ് എന്ന സ്വപ്നം പാതി വഴിയിൽ നിന്നു പോവെന്ന് ഗൗതം കരുതിയില്ലേ? എന്നിട്ട് ഇപ്പൊ നമ്മൾ വിജയത്തിലേക്ക് കുതിക്കാൻ തുടങ്ങിയില്ലേ? പാർവതി ബിൽഡേഴ്സ് ഇവിടെ സക്സസ് ആവുമ്പോ അവിടെ ഗൗതം വിട്ടിട്ട് പോകുന്ന ഈശ്വരമംഗലം ഗ്രൂപ്പും വിജയങ്ങൾ ഉണ്ടാക്കുകയാണ്. ഗൗതം അത് അറിഞ്ഞില്ലേ? പ്രണവ് ഇപ്പൊ ഒരു പ്രോജക്റ്റ് തനിച്ച് ചെയ്തു. അതില് വലിയ ലാഭം ഉണ്ടാക്കി. അതിന്റെ വിജയം ആഘോഷിക്കാൻ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മ വിളിച്ചിരുന്നു, നമ്മളും ചെല്ലണോന്ന് പറഞ്ഞു. ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിലെ ഒരു ഓൾ ദി ബെസ്റ്റ് എടുത്ത് വീശതല്ലേ? പ്രണവും എടുക്കാനാണ്. അവൻ വലിയ ഉയരങ്ങളിലെത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനൊരു വിജയം ഉണ്ടായാൽ അതിൽ ആരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? കുഞ്ഞിലേ മുതലേ അവനെ കൊണ്ടു നടന്ന് നടക്കാൻ പോലും പഠിപ്പിച്ചത് ഈ ഞാനാ. ബിസിനസ് പറഞ്ഞു കൊടുത്തത് ഞാനാ. പ്രണവിന്റെ വിജയം മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല. ഏട്ടാ, വാടാ, കേറി വാ. ഒരുപാട് സന്തോഷമായിടാ. ഇപ്പൊ നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തോ നാടായത്. എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓൾ ദി ബെസ്റ്റ് മോനെ. ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടി. ഒന്നിലും ഞാൻ തൃപ്തനായിരുന്നില്ല ഏട്ടാ. എന്റെ ഏട്ടനെ നാവിൽ നിന്നും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഇത് നീ അർഹിക്കുന്ന പ്രണവേ. നിന്റെ ഹാർഡ് വർക്കിന് കിട്ടിയ പ്രതിഫലമാണ്. നിന്റെ കഴിവിനുള്ള അംഗീകാരമാണ്. നിന്റെ ടാലന്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് ബിസിനസ് ലോകം അറിയണം. അത് പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഡാ. താങ്ക്സ് ഏട്ടാ. നിന്റെ ചേട്ടൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും. പക്ഷെ എനിക്കിതൊന്നും പോരാട്ടോ. ഏറ്റവും ഉയരങ്ങളിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാൻ ആവണം നീ. അപ്പോഴേ ഞാൻ കൺഗ്രാറ്റ്സ് പറയൂ. ഓ, അങ്ങനെയാണോ? ഇതിന് ചെറിയ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാം. ഒരുപാട് ആളുകളിൽ നിന്നും ഒരുപാട് വലിയ കൺഗ്രാറ്റ്സ് ഏറ്റു വാങ്ങാൻ ഈ ഏട്ടത്തിയുടെ വക ഒരു ചെറിയ കൺഗ്രാറ്റ്സ്. സൂപ്പർടാ. താങ്ക് യു ഏട്ടാ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാ വന്നേ. ഇതെന്റെ ഫസ്റ്റ് സക്സസ് അല്ലേ? അതൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നി. നാളെ വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റ് വെച്ച്. അതില് ഏട്ടനും ഏട്ടത്തിയും ഉറപ്പായിട്ടും വരണം. നാളെ എത്ര മണിക്കാണ്? ഈവനിങ് ഒരു 4 മണിക്കാ. അയ്യോ, നാളെ ഒരു ബാംഗ്ലൂർ ടീം വരുന്നുണ്ട്. 3 മണിക്ക് അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിരിക്കും. എന്ത് ചെയ്യും? എനിക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലടാ. എന്റെ ഏട്ടാ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ഏട്ടനില്ലാതെ അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ട് എന്ത് കാര്യം? അങ്ങനെ അല്ലടാ, ഇത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പുതിയ പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാ. നാളത്തെ മീറ്റിംഗ് അല്ലേ, അതൊന്ന് രാവിലത്തേക്ക് മാറ്റിക്കൂടെ? അതല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്കാക്കാലോ. നോക്ക്, പാർട്ടിയിൽ ഗൗതം പങ്കെടുത്തില്ലെങ്കിൽ ആളുകൾ പറയുന്ന കഥ വേറെ ആയിരിക്കും. പെരുന്തച്ചൻ സിൻഡ്രോം. ഗൗതമൻ അനിയന്റെ വിജയത്തിൽ അസൂയാണെന്ന് പറയും. അതല്ല നിധി, ദുബായിൽ നിന്ന് അവർ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞു. മാറ്റിവെക്കലൊന്നും നടക്കില്ല. ഒരു കാര്യം ചെയ്യാം, നിധി നേരെ അങ്ങ് എത്തിക്കോളൂ. മീറ്റിംഗ് തീർത്തിട്ട് പരമാവധി നേരത്തെ ഞാൻ അങ്ങ് എത്തിക്കോളാം. അതുപോലെ എന്തോന്നടാ ഇത്? ഞാൻ പറഞ്ഞില്ലേ വരാന്ന്. നിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇടയ്ക്ക് ജോയിൻ ചെയ്തോളാം. അതുപോലെ മാക്സിമം നേരത്തെ വരെ നോക്കണം. ഷുവർ. പറ്റുമെങ്കിൽ 4 മണിക്കുള്ളിൽ തന്നെ ഞാൻ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. അല്ല, എവിടെയാ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മുടെ കാർഷിക ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഒരു ലക്ഷ്മി ഹോട്ടലില്ലേ, അവിടെ. എടാ, അത് പിന്നെ നാളെ വരാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തു ചേട്ടാ? അത് എന്ന് വെച്ചാ അവിടെ ഒന്നുമില്ല പ്രണവേ,
ഗൗതമിന്റെ ഓഫീസിനെ അവിടേക്ക് വരാൻ ദൂരെ കൂടുതലാണെന്ന് ചിന്തിച്ചിട്ടാവും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കുറച്ച് വൈകിയാലും അങ്ങ് എത്തിയാ മതി. നീ ടെൻഷൻ ആവണ്ടടാ, ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പങ്കെടുക്കും. സന്തോഷായി. ഇനി കുറച്ചുപേരോട് നേരിട്ടുണ്ടോന്ന് വിളിക്കാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല ഏടത്തി, ഇത് എന്റെ വീടല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ശരിടാ. തിരക്കുള്ളോണ്ട. ഓക്കെ. ശരിയേട്ടാ. അവൻ പറഞ്ഞ ലക്ഷ്മി ഹോട്ടലിൽ നീ വർക്കുന്ന റെസ്റ്റോറന്റ് അല്ലേ? ഇത് വല്ലതും പ്രണവിന് അറിയൂ? നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അതറിയില്ല. ആ, അപ്പൊ പിന്നെ അവിടെ വെച്ച് നടക്കുന്ന പാർട്ടിയിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കും? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതരാവാനോ? വേണ്ട നിധി, നമുക്ക് പോകണ്ട, അതാ നല്ലത്. എന്താ ഗൗതം ഇത്? അപമാനിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അപമാനിക്കാം. പക്ഷെ ആ ജോലി എനിക്കൊരു അപമാനമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ജീവിക്കാനായി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. അതിന് മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? അതല്ല നിധി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഗൗതം ഒന്നും പറയണ്ട. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ പ്രണവിന്റെ ഈ ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവനത് വലിയ വിഷമാവും. പോണം ഗൗതം, നമുക്ക് വേറൊന്നും ആലോചിക്കണ്ട.